നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ, തിരുവനന്തപുരം. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിലും ഇന്നും അതേ കാഴ്ച. 4 ദിവസമായി ഫ്ലൈറ്റ് കാത്തിരിക്കുന്ന ആളുകൾ. വിമാനങ്ങൾ ഇന്നും പറക്കുന്നില്ല. ആയിരക്കണക്കിന് മലയാളികൾ ഗൾഫ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. ആയിരക്കണക്കിന് പേർ കേരളത്തിൽ ഗൾഫിലേക്ക് പോകാനാകാതെ. ഇത് 4-ാം ദിവസം. ഒടുങ്ങുന്നില്ല. ഫെബ്രുവരി 28 ശനിയാഴ്ച. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് ട്രംപ് നാമകരണം ചെയ്ത വൻ വ്യോമാക്രമണം നടത്തി. ഇറാന്റെ 24 പ്രവിശ്യകളിൽ 1000-ലധികം ലക്ഷ്യങ്ങൾ തകർക്കപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി ട്രംപ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ട്രംപ് പറയുന്നു, 48 ഇറാൻ നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇറാൻ ഇതിന് കനത്ത പ്രതികാരം പ്രഖ്യാപിച്ചു. ഇറാൻ ഒരു 3-അംഗ ഇടക്കാല കൗൺസിൽ രൂപീകരിച്ചു, ഖമേനിക്ക് ശേഷം ഭരണം നിയന്ത്രിക്കാൻ. ഇതുവരെയാകെ ഇറാനിൽ 555 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിൽ 10 പേർ, 4 അമേരിക്കൻ സൈനികർ. ഗൾഫ് രാജ്യങ്ങളിൽ 5 പേർ. ഇറാന്റെ പ്രതികാരം ഇന്നും തുടരുകയാണ്. 4-ാം ദിവസവും ഗൾഫ് നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ. ദുബായ്, അബുദാബി, ദോഹ, മനാം ഒരേ കാഴ്ച. UAE ഇതുവരെ ഇറാൻ 174 ബാലിസ്റ്റിക് മിസൈലുകൾ, 8 ക്രൂസ് മിസൈലുകൾ, 689 ഡ്രോണുകൾ UAEക്ക് നേരെ തൊടുത്തുവിട്ടു. 161 ബാലിസ്റ്റിക് മിസൈലുകൾ UAE തടഞ്ഞു. എങ്കിലും 35 ഡ്രോണുകൾ ലക്ഷ്യം കണ്ടെത്തി. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആളുകൾ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ലോകം കണ്ടു. ബുർജൽ അറബ് ഹോട്ടൽ, ജബൽ അലി തുറമുഖം ഇവ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. എത്തിഹാദ് ടവേഴ്സിൽ ഒരു ഡ്രോൺ ഫസാദ് തകർത്തു. ഒരു സ്ത്രീയും കുഞ്ഞും പരിക്കേറ്റു. 3 പേർ, ഒരു പാകിസ്ഥാനി, ഒരു നേപ്പാളി, ഒരു ബംഗ്ലാദേശി കൊല്ലപ്പെട്ടു. 68 പേർക്ക് പരിക്കേറ്റു. UAE സ്വകാര്യ മേഖലയ്ക്ക് ചൊവ്വാഴ്ച മാർച്ച് 3 വരെ വർക്ക് ഫ്രം ഹോം നടപ്പിലാണ്. അജ്മാനിൽ സ്കൂളുകൾ ബുധനാഴ്ച മാർച്ച് 4 വരെ ഓൺലൈൻ ക്ലാസ്. ഖത്തർ ഇറാൻ 65 മിസൈലുകളും 12 ഡ്രോണുകളും ഖത്തറിലേക്ക് തൊടുത്തു. 16 പേർക്ക് പരിക്ക്. ദോഹ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തീ, ഏറ്റവും ഗുരുതരം. ഖത്തർ എനർജി അതിന്റെ LNG ഉൽപ്പാദനം നിർത്തി. ഖത്തറിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന ദ്രവീകൃത പ്രകൃതിവാതകം. ഇനി ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷ ഭീഷണിയിൽ. ഒരു മലയാളിക്ക് ഖത്തറിൽ പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ. ഒമാൻ ഇതുവരെ ആക്രമണമുക്ത ഒമാൻ ഇനിയില്ല. ദുഃഖം, കൊമേഴ്ഷ്യൽ പോർട്ടിൽ ഇറാൻ ഡ്രോൺ ആക്രമണം, ഒരു വിദേശ തൊഴിലാളിക്ക് പരിക്ക്. ഗൾഫ് ഓഫ് ഒമാനിൽ ഒരു ഓയിൽ ടാങ്കർ ഡ്രോൺ ബോട്ട് ആക്രമണത്തിൽ തകർന്നു. ഒരു നാവിക ജീവൻ നഷ്ടപ്പെട്ടു. ഇറാനും പടിഞ്ഞാറൻ ശക്തികളും തമ്മിൽ മധ്യസ്ഥത വഹിച്ചിരുന്ന ഒമാൻ ആക്രമിക്കപ്പെട്ടതിൽ ഖത്തർ ഉൾപ്പെടെ GCC രാജ്യങ്ങൾ നിശിതമായ അപലപനം പ്രകടിപ്പിച്ചു. സൗദി അറേബ്യ ദമ്മാമിനടുത്ത റാസ് തനൂറ റിഫൈനറി ഇറാൻ ഡ്രോൺ ആക്രമണത്തിൽ. 2 ഡ്രോണുകൾ തടഞ്ഞെങ്കിലും റിഫൈനറി മുൻകരുതലായി ഉൽപ്പാദനം നിർത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ ഓയിൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ഇതാ, ആശങ്കയുടെ നിഴലിൽ. കുവൈത്ത് ഡ്രോൺ ആക്രമണം. US എംബസിക്ക് സമീപം പുക. ഒരു ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. ഒരു ദൗർഭാഗ്യകരമായ സംഭവം. കുവൈത്ത് വ്യോമ പ്രതിരോധം തെറ്റിദ്ധരിച്ച് 3 US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഫ്രണ്ട്ലി ഫയർ ഇൻസിഡന്റ്. ജോലിക്കാർ സുരക്ഷിതർ. ഇനി വിമാന സർവീസുകൾക്ക് എന്ത് സംഭവിച്ചു? UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഇറാഖ് ഇവിടങ്ങളിലെ ആകാശം ഇന്നും അടഞ്ഞുകിടക്കുന്നു. ദുബായ് ഇന്റർനാഷണൽ, ദോഹ, മനാം ഈ 3 ഹബ്ബ് എയർപോർട്ടുകൾ സസ്പെൻഡ്. ആകെ ഇതുവരെ 3000-ലധികം ഫ്ലൈറ്റുകൾ ലോകത്ത് ക്യാൻസലായി. ഇന്ത്യൻ കമ്പനികൾ മാത്രം 760 ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു 2 ദിവസത്തിൽ. ഖത്തർ എയർവേസ് ഇന്ന് മാർച്ച് 3 രാവിലെ 9 മണിക്ക് അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം. ഗൾഫ് എയർ ബഹ്റൈൻ ഇന്ന് 11 മണിക്ക് അപ്ഡേറ്റ്. എമിറേറ്റ്സ് എത്തിഹാദ് ഓപ്പറേഷൻ ഇനിയും സസ്പെൻഡ്. എയർ ഇന്ത്യ, ഇൻഡിഗോ, അക്കാസ് ഗൾഫ് ഫ്ലൈറ്റ് ഇന്ന് മാർച്ച് 3 വരെ സസ്പെൻഡ്. എത്തിഹാദ് ടിക്കറ്റുള്ളവർക്ക് മാർച്ച് 18 വരെ സൗജന്യ റീബുക്കിംഗ്. കേരളത്തിൽ ഇന്ന് 4-ാം ദിവസവും ഫ്ലൈറ്റ് ക്യാൻസലേഷൻ തുടരുന്നു. നെടുമ്പാശ്ശേരിയിൽ 27 ഇൻബൗണ്ട്, 31 ഔട്ട്ബൗണ്ട് ഫ്ലൈറ്റുകൾ ക്യാൻസൽ. തിരുവനന്തപുരത്ത് 20-ലധികം ഫ്ലൈറ്റ് ക്യാൻസൽ. കരിപ്പൂരിൽ 12 ഇൻബൗണ്ട്, 1 ഔട്ട്ബൗണ്ട് ക്യാൻസൽ. കണ്ണൂരിൽ 10 ഫ്ലൈറ്റ് ക്യാൻസൽ. ചെറിയ ആശ്വാസം. ഒമാൻ സൗദി സർവീസ് ഭാഗികമായി ചിലയിടങ്ങളിൽ ഓടുന്നുണ്ട്. കേരളം എന്തുകൊണ്ട് ഇത്ര ആശങ്കപ്പെടുന്നു? ഉത്തരം ഒരൊറ്റ വാക്കിൽ: പ്രവാസം. കേരളത്തിന്റെ 1970-കൾ മുതലുള്ള ഗൾഫ് കുടിയേറ്റം ഈ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ ഇര. ലക്ഷക്കണക്കിന് മലയാളികൾ സൗദി, UAE, ഖത്തർ, ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ എന്നീ 6 രാജ്യങ്ങളിൽ. ഗൾഫ് പണം കേരളത്തിന്റെ ജീവരക്തം. ഗൾഫിൽ ഒരു ബോംബ് വീഴുമ്പോൾ കേരളത്തിൽ ഒരു കുടുംബത്തിന്റെ ഹൃദയം നിലയ്ക്കുന്നത് അതുകൊണ്ടാണ്. 1990-91 കുവൈത്ത് യുദ്ധം. ആ ഓർമ്മ ഇപ്പോഴും മായുന്നില്ല. ഇന്നത്തെ സ്ഥിതി ആഴത്തിലാകുകയും വലിയ ഒഴിപ്പിക്കൽ ആവശ്യമാകുകയും ചെയ്താൽ കേരളത്തിന്റെ തൊഴിൽ വിപണിയും ക്ഷേമ സംവിധാനവും വൻ സമ്മർദ്ദം നേരിടും. സർക്കാർ നടപടികൾ. നോർക്ക 24 മണിക്കൂറും ഹെൽപ്പ് ഡെസ്ക് തുടരുന്നു. ഇതുവരെ 1000-ഓളം കോളുകൾ.
UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ. ബഹ്റൈനിൽ ഗവൺമെന്റ് ഷെൽട്ടറുകൾ പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ ദേശീയ സുരക്ഷാ സമിതി യോഗം ചേർന്നു. ഇന്ത്യ ഗൾഫിലെ 9 ദശലക്ഷം ഇന്ത്യക്കാരിൽ ഒഴിപ്പിക്കൽ ആവശ്യമായി വരും എന്ന സ്ഥിതി ഇതുവരെ ഇല്ല. ആ നിരീക്ഷണ നില നിലനിൽക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം ഗൾഫ് ഇന്ത്യൻ എംബസികൾ വഴി 24/7 പ്രവർത്തിക്കുന്നു. ഊർജ്ജവില ബ്രെന്റ് ക്രൂഡ് ഓയിൽ $79 കടന്നു, 7.6% കൂടി. ഹോർമൂസ് കടലിടുക്കിൽ ടാങ്കർ ഗതാഗതം ഇടഞ്ഞു കിടക്കുകയാണ്. ഖത്തർ LNG ഉൽപ്പാദനം നിർത്തി. സൗദി റിഫൈനറി ഷട്ട് ഡൗൺ. ഇതൊക്കെ കൂടി ഊർജ്ജ കമ്പോളത്തിൽ ഭൂകമ്പം. ഇനി എന്ത് സംഭവിക്കും? ട്രംപ് ഇന്ന് വ്യക്തമാക്കി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 4-5 ആഴ്ച തുടരും. സെന്റ്കോം 1000-ലധികം ലക്ഷ്യം തകർത്തു. ഇറാന്റെ നൗകാ ആസ്ഥാനം വൻതോതിൽ നശിപ്പിച്ചതായി ട്രംപ് അവകാശപ്പെടുന്നു. 9 ഇറാൻ നൗകാ കപ്പലുകൾ മുക്കി. ഇറാന്റെ ഒരു ജമ്മർ ക്ലാസ് കോർവെറ്റ് ആഴ്ചയിൽ. ഹോർമൂസ് കടലെടുക്ക് ലോക ഊർജ്ജ ഗതാഗതത്തിന്റെ 20% ഇതിലൂടെ. ടാങ്കർ ഗതാഗതം ഇടഞ്ഞു. ഇത് ദീർഘകാലമായാൽ ഓയിൽ വില $100 കടക്കും. ഫ്ലൈറ്റ് ടൈം ഉയരും, ഫ്യൂവൽ കോസ്റ്റ് ഉയരും, ടിക്കറ്റ് വില ഉയരും. ഇൻഷുറൻസ് പ്രീമിയം 25-50% വരെ ഉയർന്നു. ഒരു ആശ്വാസ സൂചന. ട്രംപ് ഞായറാഴ്ച പറഞ്ഞു, ഇറാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സംസാരിക്കാൻ സമ്മതിച്ചു. ചർച്ചയ്ക്ക് ഒരു ചെറുവഴി ഇതിലൂടെ ദൃശ്യമാണ്. ഇന്ന് ശ്രദ്ധിക്കേണ്ടത്: ഖത്തർ എയർവേസ് രാവിലെ 9-ന് ഫ്ലൈറ്റ് ഉണ്ടോ ഇല്ലയോ? ഗൾഫ് എയർ 11-ന് ബഹ്റൈൻ ആകാശം തുറക്കുമോ? UAE വർക്ക് ഫ്രം ഹോം ഡയറക്റ്റീവ് ഇന്ന് അവസാനിക്കുന്നു. നാളെ നടക്കുമോ? ഭയപ്പെടാതിരിക്കുക, ജാഗ്രതയോടിരിക്കുക. ഫ്ലൈറ്റ് ബുക്കിംഗ് ഉള്ളവർ എയർലൈൻ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ്. ഗൾഫിലുള്ളവർ ഇന്ത്യൻ എംബസി അഡ്വൈസറി പാലിക്കുക. UAEയിൽ ഡ്രൈവ് ചെയ്ത് ഒമാൻ അല്ലെങ്കിൽ സൗദി ലഈഡവ് മാർഗം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർ ഒഫീഷ്യൽ ഗൈഡൻസ് ആദ്യം. ബഹ്റൈനിൽ ഗവൺമെന്റ് ഷെൽട്ടറുകൾ ലഭ്യമാണ്. ഓരോ പ്രവാസിയുടെയും പിന്നിൽ ഒരു കേരളീയ കുടുംബമുണ്ട്. ഓരോ കുടുംബത്തിനും ഇപ്പോൾ ആവശ്യം സത്യസന്ധമായ വിവരം, ഗവൺമെന്റ് പിന്തുണ, പരസ്പര ധൈര്യം. ഈ സാഹചര്യം എത്രയും വേഗം ശാന്തമാകട്ടെ. സുരക്ഷിതരായിരിക്കും.